തിയോഫിൻ എറണാകുളം ജില്ലയിൽ നിന്ന് ചേരുന്നുണ്ട്. തിയോഫിൻ, ജില്ലയിൽ കേന്ദ്രീകൃത പ്രതിഷേധ മാർച്ച് എവിടെ വെച്ചാണ്, ആരൊക്കെ പങ്കെടുക്കും, ഏത് രീതിയിലാണ് ഈ പണിമുടക്കിന്റെ ആദ്യ മണിക്കൂറുകൾ എറണാകുളം ജില്ലയിൽ? രാത്രി മുതൽ പൂർണ്ണമായി ഏറെക്കുറെ നിശ്ചലമായ രീതിയിലേക്ക് മാറിയിരിക്കുന്നു കൊച്ചി എന്ന് പറയാം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് വൈറ്റ്ല ഹബ്ബിലാണ്. ഇവിടെ നമുക്ക് പിന്നിൽ കാണാം നിറയെ ഈ സ്വകാര്യ ബസ്സുകളെല്ലാം ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നു. KSRTC ബസ്സുകളും ഈ സ്റ്റാൻഡിൽ വരാറുണ്ട്. പക്ഷേ ഇപ്പോൾ രാവിലെ അധികമായി കാര്യമായി വാഹനങ്ങൾ എത്തിയിട്ടില്ല. ഒരു ബസ് മാത്രമാണ് രാവിലെ എത്തിയിട്ടുള്ളത്. പൊതുവെ സർവീസുകൾ കുറവാണ്. പിന്നെ ഈ നേരത്തെ അറിയിച്ചിരുന്ന സമരമായതുകൊണ്ട് തന്നെ ജനങ്ങൾക്കെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് യാത്രയ്ക്കായി ഇവിടെ എത്തിയിട്ടില്ല. ആളുകൾ ഹബ്ബിലേക്ക് അധികം പേര് എത്തിയിട്ടില്ല. വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ്. KSRTC ബസ്സുകൾ ലഭിച്ചാൽ എവിടെയെങ്കിലും പോകാമെന്ന് കണക്കാക്കി വന്നവർ മാത്രമാണുള്ളത്. എന്തായാലും കാര്യമായി ജനങ്ങൾ ഇവിടെ ഇല്ല. ജനങ്ങൾ ഈ സമരത്തോട് സഹകരിക്കുന്നുണ്ട്. കാരണം നേരത്തെ തന്നെ രാജ്യവ്യാപകമായുള്ള പണിമുടക്കാണ് എന്ന് വ്യക്തമായതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രയാസങ്ങൾ ആളുകൾക്കറിയാം. കാരണം കർഷക സംഘടനകളും അതോടൊപ്പം വിവിധ സംയുക്ത തൊഴിലാളി സമരമാണ്. എല്ലാ മേഖലയിലും പെട്ട തൊഴിലാളികൾ പണിമുടക്കുന്നു. വാഹന തൊഴിലാളികൾ, ബസ് ഡ്രൈവർമാർ, കണ്ടക്ടർമാർ ഉൾപ്പെടെയുള്ളവരെല്ലാം പണിമുടക്കുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ യാത്ര പരമാവധി ആളുകൾ ഒഴിവാക്കിയിരുന്നു. ഇന്നലെയും ബസ് സമരമായതുകൊണ്ട് തന്നെ ഇതുതന്നെയായിരുന്നു ഇന്നലെയും ഈ വൈറ്റ്ല ഹബ്ബിലുള്ള അവസ്ഥ. ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ്സുകളെല്ലാം ഇതേ രീതിയിൽ, അതായത് ഇന്നലെ നിർത്തിയിട്ട ബസ്സുകളാണ് ഇപ്പോൾ അതേ നിലയിൽ തന്നെ ഇപ്പോഴും തുടരുന്നത്. അതോടൊപ്പം പക്ഷേ ഇന്നലെ KSRTC ബസ്സുകൾ കാര്യമായി തന്നെ സർവീസ് നടത്തിയിരുന്നു. പതിവിലധികം ബസ്സുകൾ ഇന്നലെ സർവീസ് നടത്തിയിരുന്നു. ഇന്നിപ്പോൾ ഒരു ഏറെക്കുറെ നിശ്ചലമായ ഒരു അവസ്ഥയിലാണ്. ഇന്നത്തെ സമര രീതി തൊഴിലാളി സംഘടനകളെല്ലാം ഈ ജില്ലയിൽ വ്യാപകമായി, അതായത് വികേന്ദ്രീകൃത രീതിയിലാണ് സമരം. പ്രധാന ഈ ജംഗ്ഷനുകളിലെല്ലാം സമരമുണ്ടാകും. ഒപ്പം ജില്ലയിൽ വ്യാപകമായി തന്നെ BSNL ഓഫീസുകൾക്ക് മുന്നിലും പോസ്റ്റ് ഓഫീസുകൾക്ക് മുന്നിലും ഒക്കെ ചെറിയ ചെറിയ സമര കൂട്ടായ്മകൾ നടക്കും. അത്തരത്തിലുള്ള ഒരു ക്രമീകരണം. പ്രധാനമായി എറണാകുളം നഗരത്തിലുള്ള അല്ലെങ്കിൽ പ്രതിഷേധം നടക്കുക ഒന്ന് എറണാകുളം ബോട്ട് ജെട്ടിക്ക് സമീപമാണ്. BSNL ഓഫീസിന് സമീപം വലിയ പ്രതിഷേധ കൂട്ടായ്മ ഉണ്ടാകും. പ്രതിഷേധങ്ങളെല്ലാം ഒരു 8 മണിക്ക് ശേഷം 8 മണി 9 മണിയോടുകൂടിയായിരിക്കും പ്രതിഷേധങ്ങളൊക്കെ സജീവമാവുക. ജില്ലയിൽ വ്യാപകമായി തന്നെ എല്ലാ പ്രദേശങ്ങളിലും സമരമുണ്ടാകും. ഒപ്പം തൊഴിലാളി സംഘടനകൾ, സർവീസ് സംഘടനകളെല്ലാം ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംഘടനാ പ്രതിനിധികളൊക്കെ സമരത്തിനായി ഒരു 8 മണി മുതൽ തന്നെ ഓരോ പ്രദേശങ്ങളിലേക്ക് ചെറിയ ചെറിയ പ്രതിഷേധ കൂട്ടായ്മകൾ രൂപപ്പെട്ടു തുടങ്ങും. പാലാരിവട്ടം പാലത്തിന് സമീപം സംയുക്ത തൊഴിലാളി കൂട്ടായ്മയുണ്ട്. അത് CPIM ജില്ലാ സെക്രട്ടറി രാവിലെ ഒരു 9 മണിക്ക് ശേഷം അതിൻ്റെ ഉദ്ഘാടനം ഉണ്ടാവും. അത്തരത്തിൽ ജില്ലയിൽ അങ്ങും ഇങ്ങും എല്ലായിടത്തും, അതായത് എല്ലാ മേഖലയിലുമുണ്ട്. പ്രധാനപ്പെട്ട എല്ലാ താലൂക്കുകൾ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിലെല്ലാം സമരമുണ്ട്. പ്രധാന ജംഗ്ഷനുകളിൽ അങ്ങനെ അത്തരത്തിൽ പാലാരിവട്ടം, പറവൂര്, ഞാറയ്ക്കൽ, ഫോർട്ട് കൊച്ചി, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, പിറവം തുടങ്ങിയ എല്ലാ പ്രദേശങ്ങളിലും വ്യാപകമായി തന്നെ, അങ്കമാലി, അങ്ങനെ എല്ലായിടത്തും പ്രത്യേകം സമരങ്ങളെല്ലാം വ്യാപകമായി നടക്കുന്നുണ്ട്. അത്തരത്തിലൊരു ക്രമീകരണമാണ് സമരത്തിന് ചെയ്തിട്ടുള്ളത്. സംയുക്തമായ പ്രതിഷേധ സമരം. ഇടത് വലത് സംഘടനകൾ പ്രത്യേകമായിട്ടാണ് സമരം നടത്തുന്നത്. വലത് സംഘടനകളുടെ, പ്രത്യേകിച്ച് കോൺഗ്രസ് അനുകൂല തൊഴിലാളി സംഘടനകളുടെ സമരം കാക്കനാട് സിവിൽ സ്റ്റേഷന് സമീപം നടക്കും. കാക്കനാട് മേഖലയിലും വ്യാപകമായി തന്നെ സമരമുണ്ടാകും. 9 മണിയോടുകൂടി 9-10 മണി മുതലുള്ള സമരങ്ങൾ അങ്ങനെ ഒരു ഏകദേശം 9 മണി മുതൽ സജീവമായി തുടങ്ങും. 10 മണിയോടുകൂടി ഏകദേശം എല്ലായിടത്തും പ്രതിഷേധം ആലയടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. അത്തരത്തിലാണ് ഈ സമരത്തിൻ്റെ ഇന്നത്തെ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാവുക. എന്തായാലും രാത്രി 12 മണി മുതൽ തന്നെ ഏറെക്കുറെ നിശ്ചലമായ രീതിയിലാണ്. വളരെ അത്യാവശ്യ കാര്യങ്ങൾക്കായി പോകുന്നവർ മാത്രമാണ്. മിക്കവാറും വ്യാപാര സ്ഥാപനങ്ങളും ഒന്നും തുറന്നിട്ടില്ല. പെട്രോൾ പമ്പുകൾ തുറന്നിട്ടുണ്ടെങ്കിൽ കൂടി പെട്രോൾ പമ്പുകളിലേക്ക് വാഹനങ്ങൾ അധികം എത്തുന്നില്ല എന്നുള്ളതാണ്. കാരണം വാഹന യാത്രകൾ ഇതുവരെ ആരും എന്തായാലും അധികം വാഹനങ്ങളൊന്നും നിരത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. അത്തരത്തിൽ സംയുക്ത ഒരു പ്രതിഷേധം, കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയും കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെയുമാണ് പ്രതിഷേധം. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധത്തിന് ഒരുപക്ഷെ എല്ലാ മേഖലയിലുമുള്ള തൊഴിലാളി സംഘടനകൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നു. ആ സമരത്തോട് ജനങ്ങളും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒപ്പം സർവീസ് സംഘടനകളും ഈ പെൻഷനേഴ്സ് സംഘടനകളുമൊക്കെ ഇന്നലെ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പലയിടത്തും കൂട്ടായ്മകൾ നടത്തിയിരുന്നു. എന്തായാലും സമരം ഏറെക്കുറെ എറണാകുളം ജില്ലയിൽ പൂർണ്ണമാണ്. നഗരം ഏറെക്കുറെ നിശ്ചലമാണ് എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാവുന്ന രീതിയിലേക്ക് മാറുകയാണ്. മിക്കവാറും എല്ലാ പ്രവർത്തന മേഖലകളും, തൊഴിലാളികൾ ഉള്ള മേഖലകളെല്ലാം ഇന്ന് പ്രവർത്തനരഹിതമായിരിക്കും എന്നാണ് നമുക്കിവിടെ നിന്ന് പറയാൻ കഴിയുന്നത്. വിനിഷ. യെസ്.